ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് വിശ്വരൂപത്തിന്റെ അവസാനത്തെ ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡോക്ടർ തലത്തിന്റെ മരണാനന്തരം മാഡം തലത്ത് നാട്ടിലെത്തി താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയായി ജീവിക്കുന്നു അല്ലെ. ഈ സമയത്താണ് ഭർത്താവിന്റെ സെക്രട്ടറി ആയിരുന്ന സുധീർ കാണാൻ എത്തുന്നത്. കുഞ്ഞുകുട്ടിയമ്മ അയാളെ മകനെ എന്നോണം കെട്ടിപ്പിടിച്ചു. വികാരനിർഭരമായ നിമിഷങ്ങൾ നമ്മൾ കണ്ടു, കണ്ണീരുകൾ കണ്ടു, ഓർമ്മപ്പെടുത്തലുകളൊക്കെ കണ്ടു. പെട്ടെന്ന് കുഞ്ഞുകുട്ടിയമ്മ എഴുന്നേറ്റ് പോയി അല്ലെ. ഏതോ ലോകത്തായിരുന്ന കുഞ്ഞുകുട്ടിയമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് അടുക്കളയിൽ പോയി അല്ലെ. സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു അല്ലേ. എന്നിട്ടോ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കാപ്പി ആറ്റി അല്ലെ സുധീരനെ കുടിപ്പിക്കുന്നു അല്ലെ. അതേപോലെ തന്നെ നെയ്യപ്പം മലരുകളൊക്കെ ഇങ്ങനെ കുഞ്ഞുകുട്ടിയമ്മ ഊട്ടുന്നു അല്ലെ. സുധീറിനെ ഊട്ടുന്നു. സുധീർ അത് വയററിയാതെ കഴിക്കുക അല്ലെ. ഇങ്ങനെ എല്ലാം ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഇനി തിരിച്ചു പോകണം എന്ന് സുധീറിന് തോന്നി. സമയമില്ലല്ലോ. അപ്പോ സുധീറെ യാത്ര പറഞ്ഞു പോകാൻ ഇറങ്ങുന്ന ആ സമയത്ത് സുധീറിനോട് കുഞ്ഞുകുട്ടിയമ്മ പറയുന്ന കാര്യം, തനിക്ക് പറ്റിയ പാളിച്ചകള്, അതായത് ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഒരുപാട് പാളിച്ചകളുണ്ട്. അമ്മയും അച്ഛനും മക്കളും ഒന്നിച്ച് സ്നേഹം പങ്കിട്ട് ജീവിക്കണം അല്ലെ. താൻ നഷ്ടപ്പെടുത്തിയ കുടുംബജീവിതത്തിന്റെ ആ മഹത്വത്തെ അല്ലെ അവരിങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ മക്കളെ അമ്മ തന്നെ വളർത്തണം അല്ലെ എന്ന് പറഞ്ഞു. പേജ് 38 ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ഏകദേശം പറഞ്ഞു നിർത്തി. അപ്പോ നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ, സുധീരനോട് പറയാണ്, കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന്. അവർ ആയെ വെക്കരുത്. പിന്നെ അമ്മ തന്നെ കുട്ടികളെ വളർത്തണം, ശാസിക്കണം, ലാളിക്കണം, കൂട്ടുകൂടണം ഇതൊക്കെ പറയുന്നുണ്ട്. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ഇത് പുതിയ ഭാര്യയെ പഠിപ്പിക്കൂ എന്ന് കുഞ്ഞുകുട്ടിയമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അവർക്ക് സുഖമായിരിക്കും അല്ലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ഭാഗത്ത് നമ്മൾ നിർത്തിയത് നോക്കൂ. അപ്പൊ ഈ വാക്ക് കേട്ടോട് കൂടിയിട്ട് സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. ഈ വാക്ക് കേട്ടോടുകൂടിയാണ് സുധീർ വാസ്തവത്തിൽ ഞെട്ടിയത് അല്ലേ. അയാൾ തുറച്ചു നോക്കി. അമ്മയ്ക്ക് കുറ്റബോധമാണ്. താൻ ചെയ്തതിലുള്ള കുറ്റബോധം തന്റെ മകനിലൂടെ അത് മാറ്റിയെടുക്കണം എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമാണ്. അപ്പൊ അതാണ് ഞെട്ടി. സുധീർ ഇപ്പോഴാണ് വാസ്തവം ഞെട്ടിപ്പോയി. അയാൾ ഇങ്ങനെ അമ്മയെ തുറച്ചു നോക്കുന്നു അർത്ഥം. എന്നിട്ട് അവർ തുടർന്നു തുറച്ചു നോക്കി. അവർ തുടർന്നു, ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനും ഉപരിയായി നല്ല കുറെ ഓർമ്മകളെങ്കിലും നമ്മോട് കൂടി ഉണ്ടാവുമല്ലോ. ഓർമ്മകൾ, അത് മാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ സുധീർ. അമ്മ പറയുന്ന കേൾക്കോളൂ. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇക്കാലത്ത് ഒന്നും പ്രതീക്ഷിക്കണ്ട. നമുക്ക് മക്കളെ അങ്ങനെ സ്നേഹിച്ചു വളർത്തിയാലും അല്ലെങ്കിൽ ഊട്ടിയാലും അവരങ്ങനെ നോക്കിയാലും അവരുടെയൊക്കെ ഒരു നല്ല കാലം വരുന്ന സമയത്ത് ചിലപ്പോൾ സ്നേഹം തിരിച്ചു കിട്ടണം എന്നുണ്ടാവില്ല. എങ്കിലും തിരിച്ചു കിട്ടില്ലെങ്കിലും പേടിക്കണ്ട, നമ്മൾ ഒറ്റപ്പെടും. എന്നാലും അമ്മ പറയുന്നത് കേൾക്കോളൂ. കുറെ നല്ല ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. നല്ല നല്ല എന്റെ കുട്ടികളെ വളർത്തിയതും അതാരാട്ട് പാടിയതും അല്ലെ, അവരെ കൂട്ടിയതും അവരെ വളർന്നു നോക്കിയതും നല്ല നല്ല ഓർമ്മകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ അത് മാത്രല്ല, ഓർമ്മകൾ നമ്മളെ വാർദ്ധക്യത്തിലൊക്കെ വരുന്ന സമയത്ത് വാർദ്ധക്യത്തിൽ ആ ഓർമ്മകൾ നമുക്ക് ഇങ്ങനെ ഓർത്തോർത്ത് രസിക്കാം അല്ലെ. മക്കൾ ഏതെങ്കിലും ദൂരത്തായിരിക്കാം, ജോലി സംബന്ധമായിട്ടൊക്കെ, അല്ലെങ്കിൽ അവർക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിലൊക്കെ ആണെങ്കിലും അന്ന് കുട്ടികളെ വളർത്തിയതും അവരെ സ്നേഹിച്ചതും അവർ കൊച്ചു കൊച്ചു തമാശകളും കളികളൊക്കെ കണ്ട് രസിച്ചതും വീണ്ടും വീണ്ടും നമുക്ക് ഓർക്കാം അല്ലെ എന്നാണ് പറഞ്ഞത് അല്ലെ. അതുണ്ടാവില്ല നമ്മളൊപ്പം. അത് മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. നോക്കൂ അമ്മയുടെ ആഗ്രഹം നോക്കൂ. ഇനി മോൻ സുധീരെ, നീ പോയി വരുമ്പോൾ ഞാൻ തിരിച്ചുണ്ടാവും. എനിക്ക് ഇത്ര വയസ്സായല്ലോ അല്ലെ. ഇനി ഞാൻ ഉണ്ടാവണമെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവണമെന്നില്ല. കാരണം എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും, എനിക്ക് എന്റെ 4 മക്കളും അവരുടെ മനസ്സിൽ ഞാനില്ല, ഞാനെന്ന അമ്മ ഇല്ല. കാരണം അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. മക്കളെ സ്നേഹിച്ചിട്ടില്ല, മക്കളെ വളർത്തിയിട്ടില്ല, മക്കളെ പരിപാലിച്ചിട്ടില്ല, മക്കളെ നോക്കിയിട്ടില്ല.
അതുകൊണ്ട് അമ്മയെന്നുള്ള സ്ഥാനം അവർക്കില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ആയമാരാണ്, അല്ലെ? ആ ഒരു അവസ്ഥയില് ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ ഞാനില്ല. പക്ഷെ എനിക്ക് സുധീർ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. നോക്കൂ, ആ ഒരു മാതൃത്വത്തിന്റെ വല്ലാത്തൊരു എന്താ പറയാ, ഒരു അഭിലാഷമാണത്, അല്ലെ? ഒരു 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 വല്ലാത്തൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ആവശ്യമാണ്, ഒരു അമ്മയുടെ ആവശ്യം. 4 മക്കളെ പെറ്റിട്ടുണ്ടെങ്കിലും മക്കളെ സ്നേഹിക്കാനോ ലാളിക്കാനോ കഴിഞ്ഞില്ല, സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ മക്കളുടെ മനസ്സിൽ അമ്മ ഇല്ല. പക്ഷെ എനിക്ക് എന്റെ സുധീർ, എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും എനിക്ക് ജീവിക്കണം എന്ന് പറയാം. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ അവരെ താനിന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു. മേഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ. നോക്കൂ സുധീർ, അതാണ് അമ്മയുടെ ആ ഒന്നൊന്നായിട്ട് കൊടുക്കുകയാണ് ആ മാതൃത്വം. ഇതൊരു ആർക്കും കൊടുക്കാത്തത് ഇവിടെ പെയ്യാണ്. മാതൃത്വം പെയ്യാണ്. ആ പെയ്യുന്നതാണ് വിശ്വരൂപം. ഒരു മാതാവിന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ വിശ്വരൂപമാണ്, സ്നേഹത്തിന്റെ വിശ്വരൂപമാണ് ഇവിടെ കാണുന്നത്. അത് അനുഭവിക്കുകയാണ് നമ്മുടെ സുധീർ, അല്ലെ? മേഡം തലത്തല്ല, ലേഡിയൊന്നുമല്ല ഇത്. മേഡം തലത്തുമല്ല, ലേഡിയല്ല, പിന്നെയോ ഒരു പഴയ സാമൂഹിക പ്രവർത്തകയൊന്നുമല്ല. അമ്മ, വെറും അമ്മ, അല്ലെ? അത് അണ്ടർലൈൻ ചെയ്യുക, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, അല്ലെ? അമ്മ, വെറും അമ്മ. അതേപോലെ നേരത്തെ സുധീർ ഇപ്പോഴാണ് വാസ്തുവിൽ ഞെട്ടിയത്, അതും അണ്ടർലൈൻ ചെയ്യുക, അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് രണ്ടും ഇപ്പൊ തന്നെ നമുക്ക് എഴുതാം കേട്ടോ. അങ്ങനെ നോക്കൂ, എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു ഉയർച്ചയായിരുന്നു അത്. കാരണം ആ മേഡം തലത്ത് അല്ലെങ്കിൽ ലേഡിയൊക്കെ ഒന്ന് മാറി സാമൂഹ്യ പ്രവർത്തകർക്ക് മാറിയിട്ട് വല്ലാത്തൊരു ഉയർച്ച, ഒരു അമ്മയുടെ ഉയർച്ച, ഒരു വിശ്വരൂപം, ഒരു വല്ലാത്തൊരു മഹിമ, ഒരു മാഹാത്മ്യം. അമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു സ്ഥാനമാണ്. ഒരു ആ സ്ഥാനത്ത് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റില്ല. പുരുഷനൊക്കെ അവിടെ നിഷ്പ്രഭാണ്. ഈ സ്ത്രീ പുരുഷ സമത്വങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ മാതൃത്വത്തിന്റെ മഹനീയ ഭാവം ആണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നുണ്ട്, അല്ലെ? അവിടേക്കൊന്നും പുരുഷനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് ഗാന്ധിജിക്ക് പറയുന്നുണ്ട്. അവിടേക്ക് ഒരിക്കലും പുരുഷനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഒരു മഹനീയ സ്ഥാനമാണ് അത്, സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ സ്ഥാനത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു. എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു അഭിമാനമായിരുന്നു അത്. നോക്കൂ സുധീർ പറയണേ, എന്തൊരു അഭിമാനമായിരുന്നു അതെ. അമ്മേ, ഭവതി ഭാഗ്യവതിയാണ്. അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ. മതി എനിക്ക്, ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെയൊക്കെ സുധീർ അവിടെ കണ്ടത് മേഡം തലത്ത് സാമൂഹ്യ പ്രവർത്തക, ലേഡി, മോഡേൺ ലേഡിയൊക്കെയാണ്. അതൊക്കെ സുധീറിന്റെ ഓർമ്മയിലൊക്കെ ഉള്ളൂ, അങ്ങനെയുള്ളൂ ഈ പിന്നെ മേഡം തലത്തിനെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ ഓർമ്മയുള്ളൂ. പക്ഷെ ഇവിടെയാണ് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയാണ് യഥാർത്ഥ അമ്മയായത്, സ്ത്രീയുടെ മഹനീയ രൂപമായത്, സ്ത്രീയുടെ വിശ്വരൂപമായിട്ട് മാറിയത്. ഒരു ഉയർച്ചയായിരുന്നു അത്, ഒരു അഭിമാനമായിരുന്നു അത്, അല്ലെ? പറയുന്നു, അമ്മേ ഭവതി ഭാഗ്യവതിയാണ്. നോക്കൂ, കൈ തൊഴുന്നു, കുമ്പിടുന്നു അവിടെ, അല്ലെ? ഭവതി ഭാഗ്യവതിയാണ്. അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ. എന്താ പറയുക, എനിക്ക് അവസരമായെങ്കിലും കിട്ടിയല്ലോ എന്ന് പറയാം. നമുക്ക് ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും വല്ല പദച്ചേരുവ നോക്കൂ, എന്തെങ്കിലും നോക്കൂ. ഞെട്ടി പ്ലസ് അതെ ഞെട്ടിയത്, അല്ലെ? യാ ആഗമിച്ചു. പിന്നെ വേറെ ഇവിടെ നോക്കുക, പടി ഇറങ്ങിയിട്ട്, അല്ലെ? പടി പ്ലസ് ഇറങ്ങിയിട്ട് യകാരം, അവിടെ ആഗമം. തലത്ത് പ്ലസ് അല്ല, തലത്തല്ല, ചന്ദ്രകല പോയി, ലോപം കേട്ടോ. ലേഡി പ്ലസ് അല്ല, ലേഡിയല്ല, അവിടെ യാഗമം കേട്ടോ. അങ്ങനെ ഭാഗ്യവതി പ്ലസ് ആണ്, ഭാഗ്യവതിയാണ്, ആഗമിച്ചു കേട്ടോ. ഇനി നോക്കൂ, നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ചോദ്യത്തിന് ഒന്ന് ഇവിടെ നിന്ന് എഴുതിക്കൊള്ളു നിങ്ങള്. സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 4 മാർക്കിനാണ് ചോദിച്ചത്. അത് എന്താണെന്ന് നമുക്ക് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് സന്ദർഭം എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് എന്താണ് കാരണം, എങ്ങനെയാണ് ഞെട്ടാൻ കാരണം എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം. എന്താ എഴുതുക? പിന്നെ ചോദ്യം ഇങ്ങനെ വന്നത് ഇങ്ങനെയാണ്, സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. ഈ വാക്യത്തിന്റെ സത്യം മുതൽ പൊരുൾ എന്ത് എന്നാണ് ചോദ്യം വന്നത്. ഈ വാക്യത്തിന്റെ പൊരുൾ എന്താണ്, അല്ലെ എന്നാണ് ചോദ്യം വന്നിരുന്നത്. അപ്പൊ നമ്മള് ആദ്യമായിട്ട് എഴുതേണ്ടത് എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ,
നമ്മളെ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ലളിതാംബികാന്തർജനത്തിന്റെ വിശ്വരൂപത്തിൽ നിന്നെടുത്ത ഭാഗം എന്ന് എഴുതണം കേട്ടോ. എപ്പോഴും എഴുതണം. എന്നിട്ട് എഴുതാം. സമ്പന്നയും പരിഷ്കാരിയും തന്റേടിയുമായ മിസിസ് തലത്തിന് ഒരു ചക്രവർത്തിയുടെ ഭാവമായിരുന്നു. അങ്ങനെ ആൻസർ എഴുതണ്ട കേട്ടോ. സമ്പന്നയും പരിഷ്കാരിയും തന്റേടിയുമായ മിസിസ് തലത്തിന് ഒരു ചക്രവർത്തിനിയുടെ ഭാവമായിരുന്നു. അല്ലെ, എഴുതിയോ? തന്റെ 4 കുട്ടികളെയും അവർ ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയതേയില്ല കേട്ടോ. അങ്ങനെ പോയിന്റ് എഴുതിക്കോളൂ. അങ്ങനെ തന്നെ എഴുതി പോയിക്കണം കേട്ടോ. അവരുടെ പിന്നെ ഷോർട്ടായിട്ട് നമുക്ക് എഴുതാം. അവരെ തന്റെ 4 കുട്ടികളെയും അവർ ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയതേയില്ല. അവർ പലയിടത്തായി പല വഴിക്ക് വളർന്നു. മക്കളെ പലയിടത്തായി, ഇപ്പൊ നമുക്ക് ബോർഡിംഗ് ആണെന്നും പറയട്ടെ, പലയിടത്തായി പല വഴിക്കായി കേട്ടോ. പലയിടത്തായി പല വഴിക്ക് വളർന്നു. അമ്മയുടെ വാത്സല്യം മക്കളോ മക്കളുടെ സ്നേഹം അമ്മയോ അനുഭവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ എഴുതിക്കോളൂ. മക്കളുടെ, അതായത് അമ്മയുടെ വാത്സല്യം മക്കളോ മക്കളുടെ സ്നേഹം അമ്മയോ അനുഭവിച്ചിട്ടില്ല. മിസിസ് തലത്തിന്റെ ജീവിത കാഴ്ചപ്പാട് അതായിരുന്നു. അവരുടെ ജീവിത കാഴ്ചപ്പാട് അതായിരുന്നു. എന്നാൽ കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കാതെ അമ്മയുടെ കൂടെ വളർത്തണമെന്നും അവരെ ശാസിക്കുകയും സ്നേഹിക്കുകയും വേണമെന്നും ഇപ്പോൾ മിസിസ് തലത്ത് പറയുമ്പോൾ സുധീർ ഞെട്ടുന്നതാണ് സന്ദർഭം കേട്ടോ. സുധീർ ഞെട്ടുന്നതാണ് സന്ദർഭം. മിസിസ് തലത്തിന് വന്ന മാറ്റം ഉൾക്കൊള്ളാൻ സുധീറിന് പെട്ടെന്ന് കഴിയുന്നില്ല. അല്ലേ? മിസിസ് തലത്തിന് വന്ന മാറ്റം ഉൾക്കൊള്ളാൻ സുധീറിന് പെട്ടെന്ന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അയാൾ ഞെട്ടിയതെന്ന് പറയുന്നു. അല്ലെ? അതുകൊണ്ടാണ് അയാൾ ഞെട്ടിയതെന്ന് കഥാകൃത്ത് പറയുന്നു. അതുകൊണ്ടാണ് സുധീർ ഞെട്ടിയതെന്ന് കഥാകൃത്ത് പറയുന്നു. ഓക്കെ, അത് എഴുതിക്കോളൂ. അത് പിന്നെ നമുക്ക് അടുത്ത ചോദ്യം പറഞ്ഞില്ലേ, അമ്മ വെറും അമ്മ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമ്മ വെറും അമ്മ അല്ലെ? ഇതില് അടിവരട്ടെ, അമ്മ വെറും അമ്മ. അപ്പോ ആ അടിവരയിട്ട അമ്മ വെറും അമ്മ, ആ അടിവരയിട്ട പദം നൽകുന്ന അർത്ഥവ്യാപ്തി എന്താ ചോദ്യം. അതിന്റെ ആ അർത്ഥവ്യാപ്തി എന്താ ചോദ്യം വന്നു കേട്ടോ. അടിവരയിട്ട അമ്മ വെറും അമ്മ എന്ന് എഴുതിയിട്ട് ആ അടിവരയുടെ നിങ്ങളെ എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ അർത്ഥവ്യാപ്തി എന്ത് എന്നാ ചോദ്യം വന്നിട്ടുള്ളത്. ഒരു പിന്നെ 4 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ആദ്യം എഴുതണം? ലളിതാംബികാന്തർജനത്തിന്റെ വിശ്വരൂപത്തിൽ നിന്നെടുത്ത കഥാഭാഗം അല്ലെ, അത് എഴുതണം ആദ്യം. പിന്നെ സമ്പന്നയും പരിഷ്കാരിയും അത് നമുക്ക് കൊടുക്കുക. അതാണ് ശരിക്ക് മേടതലത്തിന് കൊടുക്കുന്ന ഒരു വിവരണമാണ്. സമ്പന്നയും പരിഷ്കാരിയും തന്റേടിയുമായ മിസിസ് തലത്ത് മോഡേൺ ലേഡിയായാണ്, മോഡേൺ തന്നെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ സൊസൈറ്റി ലേഡി. അവിടെ മോഡേൺ ലേഡിയായാണ് ജീവിച്ചത്. സാമൂഹിക പ്രശ്നങ്ങളിലും മറ്റും ഇടപെടുന്ന അവർ മക്കളെ ബോർഡിങ്ങിൽ അയച്ചു. പഠിപ്പിച്ചു. ബോർഡിങ്ങിൽ അയച്ചു പഠിപ്പിക്കുകയായിരുന്നു. മക്കളൊന്നും അവരോടൊപ്പം വളർന്നില്ല.
മക്കളൊന്നും അവരോടൊപ്പം വളർന്നില്ല. പക്ഷേ അവർ സുധീറിന് കൊടുക്കുന്ന ഉപദേശത്തിൽ അവരുടെ കാഴ്ചപ്പാട് മാറി. അവർ സ്നേഹിക്കാനും ശാസിക്കാനും ലാളിക്കാനും മാത്രം അറിയാവുന്ന ഒരമ്മയായി മാറി. ഇതാണ് മാതൃത്വത്തിന്റെ വിശ്വരൂപം. അത് തിരിച്ചറിയുകയാണ് സുധീർ. അത്ര മതി. അത് തിരിച്ചറിയാണ് സുധീർ. പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാകും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, നമ്മളെ ഈ പാഠഭാഗത്ത് നമുക്കുള്ള പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം അല്ലെ. അത് പിന്നെ നോക്കുക. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുക. ചോദ്യങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി, അതിന്റെ ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഞാൻ സാറ് പറഞ്ഞാൽ എഴുതിക്കോളൂ. ചോദ്യത്തിന് ഗ്യാപ്പ് പോട്ടെ കേട്ടോ. ഉത്തരം എഴുതിക്കോളൂ. സുധീറിന്റെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു. നിങ്ങൾ എഴുതുന്നല്ലേ? സുധീറിന്റെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു. കാരണം സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു മാറ്റം തന്നെയാണ്. ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു മാറ്റമാണ്. ഇനി അടുത്ത പാരാഗ്രാഫ് എഴുതിക്കോളൂ. താഴത്ത് കുഞ്ഞിക്കുട്ടി അമ്മയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യമാവും. അവർ വിവാഹത്തിന് മുമ്പ് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായിരുന്നു. എന്നാൽ മിസ്റ്റർ തലത്തിനെ കല്യാണം കഴിച്ച് വിദേശത്ത് എത്തിയതോടെ അവർ അടിമുടി മാറിപ്പോകുന്നു. പൗരസ്ത്യ സംസ്കാരം പാശ്ചാത്യ സംസ്കാരത്തിന് വഴിമാറി. അതിലെല്ലാം ഉണ്ട് കേട്ടോ. പൗരസ്ത്യ സംസ്കാരം പാശ്ചാത്യ സംസ്കാരത്തിന് വഴിമാറി. കുഞ്ഞിക്കുട്ടിയമ്മ മിസ്സിസ് തലത്തായി.
ഗൗരവതരമായ ഒരു ലേഡിയായി മാറി. ഗൗരവതരയായ ഒരു ലേഡിയായി മാറി എന്ന് പറഞ്ഞാല് ഗൗരവം നിറയുന്ന നോട്ടവും എഴുതിക്കൊള്ളൂ. ഗൗരവം നിറയുന്ന നോട്ടവും ആജ്ഞകളും നൽകി തുടങ്ങി എന്ന് മാത്രമല്ല സ്വന്തം കുട്ടികളെ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാതെയായി. കുട്ടികൾക്ക് ഹോസ്റ്റൽ ജീവിതം നിർബന്ധമാക്കി. ഇതിലെ ഹോസ്റ്റൽ ജീവിതം നിർബന്ധമാക്കി. എന്നാൽ മിസ്റ്റർ തലത്തിന്റെ മരണത്തോടെ അവർ പാലക്കാട്ടിലെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അതോടെ അവർ തീർത്തും മാറി പഴയ കുഞ്ഞിക്കുട്ടിയമ്മയായി മാറി. നെറ്റിയിൽ ഭസ്മക്കുറിയും വേഷ്ടിയും മുണ്ടും കഴുത്തിൽ രുദ്രാക്ഷമാലയും ഒക്കെ സ്ഥാനം പിടിച്ചു. തനി നാട്ടിൻപുറത്തെ വീട്ടമ്മയായി മാറി. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും സ്വന്തം കൈകൊണ്ടുള്ള വിഭവങ്ങൾ സൽക്കരിക്കാനും പഠിച്ചു. ഇത്തരം സംഭവങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രസ്തുത അഭിപ്രായത്തിന്റെ സാധൂകരണത്തിലാണ്. ഓക്കെ, പ്രസ്തുത അഭിപ്രായത്തിന്റെ സാധൂകരണം ന്യായീകരണത്തിലാണ് എന്നർത്ഥം. അത് മതി. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. മാഡം ഇന്ത്യ എത്ര നല്ല നാടാണ്. അതിന് ഉത്തരം ചോദ്യത്തിന് ഗ്യാപ്പോട്ടുള്ള ഉത്തരം എഴുതിക്കോളൂ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ലളിതാംബിക അന്തർജനത്തിന്റെ, അത് നിങ്ങൾ എപ്പോഴും എഴുതണം കേട്ടോ. ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപത്തിൽ നിന്നെടുത്ത ഭാഗം. ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയിൽ നിന്നെടുത്ത ഭാഗം. ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയിൽ നിന്നെടുത്ത ഭാഗം എഴുതി വെക്കുക. ആദ്യം എഴുതിക്കോളൂ. സുധീറിനോടുള്ള സംസാരവേളയിൽ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ
ന്യൂയോർക്കിൽ വെച്ച് താൻ കണ്ടുമുട്ടിയ ന്യൂയോർക്കിൽ വെച്ച് താൻ കണ്ടുമുട്ടിയ വൃദ്ധന്റെ വാക്കുകൾ പറയുകയാണ്. വൃദ്ധന്റെ വാക്കുകൾ പറയുകയാണ്. വൃദ്ധനെ കുറിച്ചൊന്ന് പറയാം. വൃദ്ധന്റെ വാക്കുകൾ പറയുകയാണ്. കീറിപ്പറിഞ്ഞ പാന്റും തൊപ്പിയും ധരിച്ചിരുന്ന പാവപ്പെട്ട ഒരു വൃദ്ധനായിരുന്നു അത്. സ്റ്റോപ്പ്. ഒരു പക്ഷേ മക്കളാൽ ശ്രദ്ധിക്കപ്പെടാതെ അനാഥനായി കഴിയുന്ന ആളായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ മാതാപിതാക്കളെ ദൈവത്തെ പോലെ വിചാരിക്കുന്നവരാണെന്ന് അദ്ദേഹം പറയാൻ കാരണം. ഒരു പക്ഷേ ആ വൃദ്ധൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിന്റെ നൊമ്പരമായിരിക്കാം ഇത്. അത്ര മതി. ഒറ്റപ്പെടലിന്റെ നൊമ്പരമായിരിക്കാം ഇത്. ഇനി മൂന്നാമത്തെ ചോദ്യം, അത് രാവിലെ ഒന്ന് വരുമ്പോഴേക്കും കൈ നീളുന്നു, പൂവിടലേതോ തൊട്ടുവിടുവാൻ കഴുകുവാൻ ഏറെ നാളായി കുനുകുന്തുളിച്ചു. നോക്കൂ, ബാലാമണിയമ്മ. ഇവരുകളിൽ ആവിഷ്കരിച്ച മാതൃഭാവം മിസ്സിസ് സ്ഥലത്ത്. ഓക്കെ, നമുക്ക് എഴുതിക്കോളൂ. ഉത്തരം എഴുതാം. മറ്റേ ഗ്യാപ്പ് വിടണം കേട്ടോ. ചോദ്യം എഴുതാൻ ഗ്യാപ്പ് വിടണം. ഉത്തരം എഴുതിക്കോളൂ. ഹെഡിങ് കൊടുക്കുക, മാഡം തലത്ത് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ മിസ്സിസ് തലത്ത് എന്ന് എഴുതിയാൽ മതി. മാഡം തലത്തും മിസ്സിസ് തലത്തും ഒന്നാട്ടോ, മറക്കേണ്ടത്. ഒരു ഹെഡിങ് കൊടുക്കുക, മാഡം തലത്ത് അല്ലെങ്കിൽ മിസ്സിസ് തലത്ത്. എന്താ എഴുതിക്കോളൂ. ലളിതാംബിക അന്തർജനത്തിന്റെ മനോഹരമായൊരു കഥയാണ് വിശ്വരൂപം. മനോഹരമായ ഒരു കഥയാണ് വിശ്വരൂപം. സ്ത്രീത്വത്തിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നു. അതിലെ പ്രധാന കഥാപാത്രമാണ് മാഡം തലത്ത്. അവരെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ ഇതൾ വിരിയുന്നത്. സ്ത്രീജന്മത്തിന്റെ രണ്ടവസ്ഥകൾ ഈ കഥയിൽ നമുക്ക് കാണാം. അടുത്ത പാരഗ്രാഫ്. അമ്മ എന്നത് മാതൃഭാവത്തിന്റെ
അമ്മ എന്നത് മാതൃഭാവത്തിന്റെ ഒരു ഹൃദയഭാവമാണ്. അമ്മ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സ്നേഹോഷ്മളമായ സ്നേഹപ്രകടനത്തിന്റെയും വാത്സല്യത്തിന്റെയും വാത്സല്യത്തിന്റെയും മാതൃത്വത്തിന്റെയും ഓർമ്മകളാണ്. എന്നാൽ അത്തരമൊരു മാനസികാവസ്ഥ കൈമോശം വന്ന കഥാപാത്രമാണ് മിസ്സിസ് തലത്ത്. അടുത്ത പാരഗ്രാഫ്. അമ്മ എന്ന വികാരത്തെക്കുറിച്ച് ബാലാമണി അമ്മയുടെ അഭിപ്രായം നോക്കാം. ആ നാലു വരികളിൽ സ്നേഹമയിയായ ഒരമ്മയുണ്ട്. കുനുകുനുങ്ങനെയുള്ള ചുരുൾമുടിയാർന്ന ഇളം ശിരസ്സുമായി അമ്മയുടെ മാറിൽ തന്നെ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നു. എങ്കിലും രാവിൽ അറിയാതുണരുന്ന അമ്മ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ തൊട്ടുനോക്കാനായി കൈപായിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഞാൻ ഇപ്പൊ എഴുതാനല്ല, അത്രയും നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൽ അമ്മ ആ സമയങ്ങളിലൊക്കെ അമ്മയ്ക്ക് ഉറക്കണ്ടാവില്ല. പാവം അമ്മ പെട്ടെന്ന് അമ്മ ഞെട്ടിവിടും. അമ്മയ്ക്ക് ക്ഷീണം കൊണ്ടൊക്കെ അങ്ങനെ കടന്ന് പോണ സമയത്തും പിന്നെ ഈ അമ്മിഞ്ഞപ്പാലൊക്കെ നടക്കുന്ന സമയത്ത് തരിപ്പിൽ പോകുന്നുള്ള പേടി അമ്മയ്ക്ക് എന്താണെന്നറിയോ. പാവം പെട്ടെന്ന് കുട്ടി ഒരു ശബ്ദം കേട്ട ചെറിയത് കിട്ടിയ കുട്ടി ഇങ്ങനെ മയങ്ങി കിടക്കുന്ന സമയത്തും പതുക്കെ ഇങ്ങനെ അമ്മയുടെ കൈ എപ്പോഴും ഉണ്ടാവും. അതാണ് അമ്മ ഉറങ്ങാതിരിക്കാം, എന്നാലും ഉറക്കത്തില് കുട്ടി എങ്ങനെ വാവൂ എന്ന് പറഞ്ഞാൽ അമ്മ തലോടും. കുട്ടി ഇങ്ങനെ പെട്ടെന്ന് അസ്വസ്ഥത കാണിച്ചില്ലെങ്കിൽ ഉറക്കം പോകുന്ന സമയത്ത് പൊട്ടിഞ്ഞിട്ടുമ്പോ അമ്മയുടെ തലോടൽ ഇങ്ങനെ എപ്പോഴും. അപ്പൊ അമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് അല്ലെ, രാവും പകലും അമ്മയ്ക്ക് ഉറക്കില്ല. നിങ്ങളൊക്കെ കുട്ടിയാവുന്ന സമയങ്ങളിൽ ഇപ്പോ അത്രയ്ക്കും ആ ഒരു അമ്മയുടെ ഒക്കെ മാതൃത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ബഹുമാനിച്ചാലും തീരില്ല
അത് നമ്മുടെ വല്ലാത്തൊരു കടമയാണ്. മാതൃത്വത്തിന് നമ്മൾ എന്നും, നിങ്ങൾ എവിടൊക്കെ പോയിട്ടുണ്ടെങ്കിലും അമ്മയെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. കാരണം അമ്മ അത്രയും നമ്മളെ ബുദ്ധിമുട്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ 10 മാസം നമ്മളെ ഗർഭത്തിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച് നൊന്ത് പെറ്റുന്നത് മാത്രമല്ല, പിന്നെ നിങ്ങളെ വളർത്തുന്ന ആ ഒരു കാര്യമുണ്ട്. ഉറക്കത്തിൽ പോലും അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ല സമയങ്ങളിൽ. പാവം, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അനക്കം, ഒരു കുട്ടിക്ക് എന്തെങ്കിലും വേദന വന്നാൽ അമ്മ അറിയാതെ വേദനിക്കുന്നവർ. അമ്മയ്ക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടാവില്ല. അത്രയും നല്ല മാതൃത്വം. ആ മാതൃത്വത്തിന് മറന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ജീവിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ അധപ്പതനായിട്ട് മാത്രം കരുതിയാൽ മതി. ഓക്കെ, അങ്ങനെ സാർ ഇങ്ങനെ പറയുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒക്കെ അറിയാൻ വേണ്ടി പറയണം. ഓക്കെ, ഇനി അടുത്ത പാരാഗ്രാഫ് കേട്ടോ. അടുത്ത പാരാഗ്രാഫ് എഴുതിക്കോളൂ. സ്വന്തം മാറിലാണ് കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നത്. സ്വന്തം മാറിലാണ് കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നത്. എന്നിട്ടും അമ്മ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടോ? എന്നിട്ടും അമ്മ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി തൊട്ടു നോക്കുന്നു. ഒരമ്മയുടെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെയും ആകാംക്ഷയുടെയും പ്രത്യക്ഷ ഉദാഹരണമാണിത്. അടുത്ത പാരാഗ്രാഫ്. എന്നാൽ ഇത്തരത്തിൽ മക്കളെ അതിയായി സ്നേഹിച്ചിരുന്ന ഒരു മാതാവായിരുന്നില്ല മിസ്സിസ് തലത്ത്. പൊതുവെ കുഞ്ഞുങ്ങളെ അവർക്കിഷ്ടമായിരുന്നില്ല. അവരൊക്കെ വളർന്നത് പലയിടങ്ങളിലായാണ്. മക്കൾക്ക് വേണ്ട സ്നേഹവും പരിചരണവും കൊടുക്കേണ്ട കാലത്ത് നൽകാതെ ഭർത്താവിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു. അതുമാത്രമല്ല ഒഴിവു സമയങ്ങളിൽ സൊസൈറ്റി ലേഡിയായി പാർക്കുകളിലും ക്ലബ്ബുകളിലും അവർ ചെലവഴിച്ചു. അടുത്ത പാരാഗ്രാഫ്. എന്നാൽ ഡോക്ടർ തലത്തിന്റെ മരണശേഷം അവർ നാട്ടിൻ പുറത്തു വന്ന്
നാട്ടിൻ പുറത്തു വന്ന് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയായി ജീവിക്കുന്നു. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയായി ജീവിക്കുന്നു. ഡോക്ടർ തലത്ത് അഞ്ചാമതൊരു കുട്ടിയായി പരിചയപ്പെടുത്തിയ സുധീർ അവരെ അവിടെ വന്ന് കാണുന്നു. അതോടെ മിസ്സിസ് തലത്തിന്റെ മാതൃഭാവം ഉയർത്തെഴുന്നേറ്റു. സുധീറിനെ ഹൃദയപൂർവ്വം കെട്ടിപ്പിടിച്ചു. കാപ്പിയും പലഹാരങ്ങളും കൊടുത്ത് ഊട്ടുന്നു. ഒടുവിൽ തിരിച്ചു പോകുന്ന സുധീറിനോട് അവർ ഇങ്ങനെ ഉപദേശിക്കുന്നു. കുട്ടികളെ അമ്മ തന്നെ വളർത്തണം. സ്നേഹിക്കണം, ശാസിക്കണം. പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കണം. ചുരുക്കത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന സ്ത്രീ സമൂഹത്തിനെ പൗരസ്ത്യ ജീവിതത്തിന്റെ നിർമ്മല ഭാവങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് മിസ്സിസ് തലത്ത്. ഓക്കെ, അത്ര മതി. അടുത്ത ചോദ്യം നോക്കൂ. നമുക്ക് അഞ്ചാമതൊരു കുട്ടി. ഓക്കെ, എഴുതിക്കോളൂ. ആദ്യം എഴുതേണ്ടത് എന്താണ്? ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയിൽ നിന്നെടുത്ത ഭാഗം. ഡോക്ടർ തലത്തിന്റെ നാട്ടുകാരനായിരുന്ന സുധീറിനെ സെക്രട്ടറിയാക്കി വീട്ടിൽ താമസിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഭാര്യയോട് പറയുന്ന വാക്കുകളാണിത്. അദ്ദേഹം
ഭാര്യയോട് പറയുന്ന വാക്കുകളാണിത്. 4 മക്കളുണ്ടായിരുന്നിട്ടും അവരെ ഒന്നും മിസ്സിസ് സ്ഥലത്ത് കൂടെ താമസിപ്പിച്ചിരുന്നില്ല. അവരെല്ലാം ബോർഡിങ്ങുകളിലാണ് വളർന്നത്. വളർന്നിരുന്നത്. അതുപോലെ സുധീരനെയും ഭാര്യ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഡോക്ടർ തലത്ത് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? ഡോക്ടർ തലത്ത് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം 5ാമത്തെ മകനായി കരുതണമെന്ന് പറഞ്ഞത്. കരുതണമെന്ന രീതിയിൽ സമീപിച്ചത്. അല്ലേ? അടുത്ത ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. സ്ത്രീത്വത്തിന്റെ വിശ്വരൂപമാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലെ? അതൊന്ന് നിങ്ങൾ അത് ഹോംവർക്ക് ചെയ്യുക കേട്ടോ. സ്ത്രീത്വത്തിന്റെ വിശ്വരൂപമാണോ ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യുക. നിങ്ങളൊന്ന് എഴുതിക്കോളൂ. പിന്നെ അടുത്ത ചോദ്യത്തിന് ഉത്തരം നമുക്ക് എഴുതാം. മേഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി. അപ്പൊ അത് ശ്രദ്ധിക്കുക. എഴുതിക്കോളൂ കേട്ടോ. മേഡം തലത്തിനെ കുറിച്ച് അധികം ഓർത്തുപോയി. അപ്പോ അയാൾ അവിടെ നിന്ന് പോയി. അപ്പൊ അത് മേഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി. അപ്പൊ പോയി, അതുപോലെ പോയി മറ്റവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ അയാൾ അവിടെ നിന്ന് പോയി, അവിടെയും പോയി അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു അല്ലെ? ഇവിടെ രണ്ടിലും എന്താണ് അതിന്റെ കാര്യങ്ങൾ, എന്താണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലെ? അവിടെ വന്നിട്ടുള്ളൊരു അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എന്താണ്, ഒന്ന് ഓർത്തുപോയി എന്നും മറ്റൊന്ന് നിന്ന് പോയി. അപ്പൊ പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെർബാണ്, ക്രിയയാണ് പോയി അല്ലെ? അപ്പൊ ഓർത്തു എന്ന് പറഞ്ഞാലും ക്രിയയാണ്. അപ്പൊ ഓർത്തു എന്ന ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ക്രിയയാണ് പോയി. ഓർത്തു എന്ന ക്രിയ പോയി. അപ്പോ ഓർത്തു എന്ന പ്രധാനപ്പെട്ട ക്രിയയെ സഹായിക്കുന്ന ക്രിയയാണ് പോയി അവിടെ അല്ലെ? അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്രിയയാണ് രണ്ടാമത്തെ ക്രിയ, ഹെൽപ്പ് ചെയ്യുക. ഓർത്തുപോയി അറിയാതെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഓർത്തുപോയി അല്ലെ? ഓർത്തു തന്നെ ക്രിയയാണ്. അപ്പൊ ഓർത്തു എന്ന സംഭവത്തെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയയെ പറയുന്നു സഹായക ക്രിയ. അപ്പൊ ഓർത്തുപോയി എന്നത് ആ പോയി അങ്ങനെയാണ് സഹായക ക്രിയ അല്ലെ? അപ്പൊ അവിടെ എന്താണ്, പിന്നെ ഒരു ഓർത്തു എന്ന പ്രധാന ക്രിയയോടെ നിൽക്കുന്ന അപ്രധാന ക്രിയയായിട്ടാണ് പോയി എന്ന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റേ പ്രയോഗത്തിൽ നോക്കൂ, അയാൾ അവിടെ നിന്ന് പോയി അവിടെ യഥാർത്ഥ ക്രിയ, അവിടെ ഒരു യഥാർത്ഥ ക്രിയയാണ്. അതായത് അയാൾ അവിടെ നിന്ന് പോയി എന്നാൽ അവിടെ വെർബായിട്ട് തന്നെയാണ് പോയി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മറ്റത് പ്രധാനപ്പെട്ട ക്രിയയോട് സഹായകമായി നിൽക്കുന്ന ക്രിയയും ആ പോയി അങ്ങനെയാണ്. എന്നാൽ ഈ പോയി ആവട്ടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വെർബ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്രിയ അല്ലെ? അങ്ങനെ പോയി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ ഞാൻ എഴുതിക്കോളും കേട്ടോ, ഉത്തരം എഴുതിക്കോളും. ചോദ്യങ്ങൾ എഴുതണം കേട്ടോ, പിന്നെ നോട്ടിൽ എഴുതണേ. ഉത്തരം എഴുതിക്കോളും. 2 വാക്യങ്ങളിലും പോയി എന്ന പദമാണ് പൊതുവായി വരുന്നത്. രണ്ട് സാഹചര്യങ്ങളിലും രണ്ടർത്ഥം.
രണ്ട് സാഹചര്യങ്ങളിലും രണ്ട് അർത്ഥം വരുന്നു. രണ്ട് സാഹചര്യങ്ങളിൽ രണ്ടർത്ഥം വരുന്നു. അർത്ഥം വരുന്നു. ആദ്യ വാചകത്തിൽ പോയി, അത് ഇൻവെർട്ട് കോമ പോയി, ആദ്യ വാചകത്തിൽ പോയി എന്ന പ്രയോഗം ഓർത്തും ഇൻവെർട്ട് കോമ ഓർത്തു എന്ന പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നു. അർത്ഥത്തെ അല്ലെങ്കിൽ അർത്ഥം പരിഷ്കരിക്കാൻ വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ വാക്യത്തിൽ പോയി എന്നത് പ്രധാന ക്രിയയായിട്ട് തന്നെ നിൽക്കുന്നു. ഇത്തരം പ്രയോഗങ്ങളെ അനുപ്രയോഗം എന്ന് പറയുന്നു. എഴുതിക്കോളൂ. ഇത്തരം പ്രയോഗങ്ങളെ അനുപ്രയോഗം എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോയി രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നു കേട്ടോ. ഒന്ന് ആദ്യത്തെ പോയി ആണെങ്കിലും അതെന്താണ്? ആദ്യത്തെ പോയി അത് പ്രധാനപ്പെട്ട ക്രിയയെ സഹായിക്കുന്നു. പ്രധാനപ്പെട്ട ക്രിയയുടെ പിന്നാലെ പ്രയോഗിക്കുന്ന പ്രയോഗത്തെ അനുപ്രയോഗം എന്ന് പറയും. അതായത് അവിടെ ഓർത്തു എന്നുള്ള പ്രധാനപ്പെട്ട ക്രിയ, ഓർത്തു എന്ന പ്രധാനപ്പെട്ട ക്രിയയെ പോയി എന്ന് രണ്ടാമതും വെർബ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓർത്തു എന്ന പ്രധാനപ്പെട്ട ക്രിയയെ പിന്നാലെ ഉപയോഗിക്കുന്ന ക്രിയയാണ് പോയി. അനുപ്രയോഗം തന്നെ പറയും. അനുപ്രയോഗം പിന്നാലെ ഉപയോഗിക്കുന്ന പ്രയോഗം. രണ്ടും ക്രിയയാണെങ്കിൽ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയാണ്. അതായത് സംഭവിച്ചു പോയി. ഞാൻ ഓർത്തു എന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിക്കുക, എതിർച്ചയാ സംഭവിക്കുന്നതാണ് ഓർത്തുപോയി. അത് പെട്ടെന്ന് സംഭവിച്ചു പോവുകയാണ് ആ സമയത്ത്. അങ്ങനെയാണ് അവിചാരിതമായി സംഭവിക്കുന്നതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള പ്രയോഗമാണ് ആദ്യത്തെ പ്രയോഗത്തിലെ പോയി എന്ന ക്രിയ. അതായത് അനുപ്രയോഗം. ഓർത്തു എന്ന പ്രധാനപ്പെട്ട ക്രിയയോടൊപ്പം സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയയെ പറ്റും. മറ്റേ പ്രയോഗം നോക്കൂ. അവിടെ നിന്ന് പോയി, അത് ശരിക്കുള്ള വെർബാണ്, ശരിക്കുള്ള ക്രിയ പോയി. അല്ലെ? നമ്മൾ സബ്ജക്ട് ഒബ്ജക്ട് വെർബ് പറഞ്ഞ പോലെ സ്വാഭാവിക പാറ്റേൺ നമ്മുടെ സബ്ജക്ട് ഒബ്ജക്ട് വെർബാണ് കേട്ടോ. ഓക്കെ. ഇനി മറ്റ് ചില ഉദാഹരണങ്ങൾ നമുക്ക് എഴുതിക്കോളൂ. അവിടെ നിന്ന് പോയി കുറെ കുത്തിട്ടിട്ട് എഴുതാം. അവിടെ നിന്ന് പോയി എന്ന വാക്യത്തിലെ പോയി, അല്ലെ? പോയി എന്ന വാക്യത്തിൽ പോയി ഇങ്ങോട്ട് പോയി പ്രധാന ക്രിയയാണ്. രണ്ടാമത്തെ കുറെ കുത്തിട, ചവച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ചവച്ചു എന്ന് പറഞ്ഞാലും ക്രിയയാണ്, ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ക്രിയയാണ്. അപ്പൊ അങ്ങനെ പ്രയോഗിക്കുന്ന എന്താണ്? നമുക്ക് ചവച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങോട്ട് കോമയിട്ടിട്ട് എന്ന വാക്യത്തിൽ ചവച്ചു എന്ന ക്രിയയുടെ തുടർച്ചയെ, അതായത് കണ്ടിന്യൂറ്റി ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കാണിക്കുക. ബബ്ലിക്കം ചവച്ചുകൊണ്ടേയിരിക്കുന്നു പറയുമ്പോൾ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂറ്റി കാണിക്കുന്നു. പ്രസന്റ് ടെൻസ് ആണ് പറയും. പ്രസന്റ് ടെൻസ് എന്നതിന് ഇംഗ്ലീഷ് പറയും, അല്ലെ? ഒരു കാലാനുപ്രയോഗം തന്നെ പറയാം. ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് നടക്കുന്ന, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെ പറയും. തുടർച്ചയായിട്ട് നടക്കുകയാണ്. അതാണത് ചവച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെയുള്ള പ്രയോഗമാണ് കാലാനുപ്രയോഗം. അതല്ലെങ്കിൽ അനുപ്രയോഗം തന്നെയാണ്. അനുപ്രയോഗത്തിന് മറ്റൊരു കാലത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്, അല്ലെ? ടെൻസ്, അല്ലെ? ചവച്ചു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞാൽ കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അല്ലെ? അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, പോയിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെ? കേട്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ, അല്ലെ? അതൊക്കെ നിങ്ങളുടെ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആ കാലമാണ് കാണിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അല്ലെ? ഇപ്പൊ ചവച്ചു എന്ന അല്ലെങ്കിൽ പിന്നെന്താ പറയാ, മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നു എന്നുള്ള ക്രിയയോടൊപ്പം കൊണ്ടേയിരിക്കുന്നു, അല്ലെ? പബ്ലിക്കം അല്ലെങ്കിൽ ചുയിങ്കം ഈ
ചവച്ചുകൊണ്ടേയിരിക്കുന്നു. അതങ്ങനെ തുടർന്ന് അല്ലെങ്കിൽ കാലത്തെ കാണിക്കുന്നില്ല, പ്രസന്റ് ടെൻസ് കാണിക്കുന്നതാണ് അത് കേട്ടോ. ഓക്കെ, അത് മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 7ാമത്തെ ചോദ്യം അല്ലെ, കുട്ടികളെ അമ്മ തന്നെ വളർത്തണം. ഇത് നിങ്ങൾക്കൊരു ഇത് തരികയാണ്, അതായത് പിന്നെ ഹോംവർക്കാണ്. ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലെപ്പോലെ തന്നെ വേറൊരു ഹോംവർക്കും കൂടി നമുക്ക് പരീക്ഷയ്ക്ക് വന്നതുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു, നമ്മുടെ ഇതിൽ തന്നെയാണ്, പിന്നെ നിങ്ങളുടെ വരാൻ പോകുന്ന പറഞ്ഞു, കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കാതെ അവർക്ക് ആയെ വെക്കാതെ അമ്മ തന്നെ വളർത്തണം എന്നുള്ള ഉണ്ടല്ലോ. അതിൽ ആ ചോദ്യത്തിനനുസരിച്ച് ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നു ഇങ്ങനെ ചോദ്യം അല്ലെ. ഇവിടെ നോക്കൂ, അമ്മ എന്നത് കുട്ടിയുടെ ഈ ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ അമ്മ തന്നെ വളർത്തണം, അങ്ങനെയും വരാൻ ചോദ്യം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ചോദിച്ച മിസ് സ്ഥലത്തിന്റെ ഈ അഭിപ്രായം ലിംഗസമത്വം, കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക. ചോദ്യം ഇങ്ങനെയല്ല വന്നത്. ഈ ഹെഡിങ് ഇവിടുത്തെ തന്നിട്ട് അല്ലെങ്കിൽ ഈ ചോദ്യം തന്നിട്ട് ചോദിക്കും, ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവോ അല്ലെ, സ്വന്തം അഭിപ്രായം എഴുതുക അല്ലെ. ഈ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുവോ, ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുക, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എഡിറ്റോറിയൽ തയ്യാറാക്കുക. അപ്പൊ എഡിറ്റോറിയൽ തയ്യാറാക്കുക, അങ്ങനത്തെ ചോദ്യം എഴുതിക്കോളൂ, അങ്ങനെ എഴുതാം. ഒരു എഡിറ്റോറിയൽ ഈ ചോദ്യത്തിന് പകരം ആദ്യം എഴുതുക, കുട്ടികളെ അമ്മ തന്നെ വളർത്തണം, ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം, എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുള്ളൂ എന്ന് എഴുതിയതിനു ശേഷം എഴുതുക, ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുവോ. ഈ അഭിപ്രായത്തോടെ ചോദ്യം കേട്ടോ, നിങ്ങൾ യോജിക്കുന്നുവോ. നിങ്ങളുടെ അഭിപ്രായം കാണിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുക. അപ്പൊ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എഡിറ്റോറിയൽ ചോദ്യം അതിന് 6 മാർക്കാണ് ചോദിച്ചത്. 6 മാർക്കാണ് എഡിറ്റോറിയൽ തയ്യാറാക്കുക. അപ്പോ എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്താണ്, പിന്നെ നിങ്ങളുടെ അഭിപ്രായം അല്ലെ, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അല്ലെങ്കിൽ എഡിറ്റോറിയൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പത്രങ്ങളിലും എഡിറ്റോറിയൽ പേജ് കാണും. അപ്പോ സമീപനം, അല്ലെങ്കിൽ എന്താണ് ഒരു വിഷയത്തോടുള്ള സമീപനം, അല്ലെങ്കിൽ ഓരോ പത്രക്കാർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിനോടുള്ള സമീപനം എന്താണ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അല്ലെ. COVID-19 കാലഘട്ടത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലെ, രാഷ്ട്രീയമായ ഇഷ്യൂസ് ആണ്. എങ്കിലും അതിന് നിങ്ങളുടെ സമീപനം എന്താണ്, എഡിറ്റോറിയൽ. അപ്പൊ നിങ്ങളുടെ സമീപനം എന്താ, അഭിപ്രായം എന്താണ്. ഇപ്പൊ അങ്ങനെയുള്ള എല്ലാ പത്രക്കാരും എഴുതും. ഇപ്പോ ചന്ദ്രിക എഴുതാറുണ്ട്, മനോരമ എഴുതും, അവരുടെ എഡിറ്റോറിയൽ, അവരുടെ അഭിപ്രായം. അതേപോലെ തന്നെ പിന്നെ മാധ്യമം എഴുതും, ദേശാഭിമാനി എഴുതും അല്ലെ, ജന്മഭൂമി എഴുതും. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ, ആ പത്രത്തിന്റെ അഭിപ്രായം, സാമൂഹ്യ പ്രതിബദ്ധത എന്താണ് അവരെഴുതും അല്ലെ. അതാണ് എഡിറ്റോറിയൽ. അപ്പോൾ ഈ ഒരു വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുന്നതാണ് എഡിറ്റോറിയൽ. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതിയിട്ട്, ഹെഡിങ് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തുമ്പോൾ എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഇതിൽ 2 ഒന്ന് സ്ത്രീത്വത്തിന്റെ വിശ്വരൂപമാണ് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്, അതൊന്ന് ഹോംവർക്ക്. പിന്നെ കുട്ടികളെ അമ്മ തന്നെ വളർത്തുന്നതിൽ എഡിറ്റോറിയൽ തയ്യാറാക്കല് കേട്ടോ. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സിൽ ചെയ്തിട്ട് നിങ്ങൾ അത് വാട്സപ്പ് ചെയ്ത് അല്ലെ, വാട്സപ്പ് ചെയ്ത് നിങ്ങൾ എന്നെ പിന്നെ കാണിക്കാം അല്ലെ. ഇനി അതിൽ വേറൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മളത് ടെക്സ്റ്റ് നോട്ടിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. അതായത് ചോദ്യം ഇങ്ങനെയാണ്, തങ്ങൾക്ക് അല്ലെ, അതായത് പിന്നെ അത് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. അമ്മ വെറും അമ്മ എഴുതി, പിന്നെ നീയോ സുധീർ ഒക്കെ എഴുതില്ല നമ്മള്. അതൊക്കെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ എഴുതുമ്പോൾ ടെക്സ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ. എഴുതി എന്നെ കാണിച്ചിട്ടില്ല, ഈ ഇതിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ട് അടുത്ത ക്ലാസ് തന്നെ നിങ്ങൾ കാണിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇത് എഡിറ്റോറിയൽ തയ്യാറാക്കട്ടെ, മറക്കണ്ട. അത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. മക്കളെ വളർത്തുമ്പോൾ എന്നുള്ള വിഷയത്തിലാണ് നിങ്ങൾ എഡിറ്റോറിയൽ തയ്യാറാക്കേണ്ടത്. ഞാൻ സാറ് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞുതരും, പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുക, നിങ്ങൾ എഴുതി തരും, ഒന്ന് എഴുതി നോക്കൂ, പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തുടങ്ങേണ്ടത് എന്താ വെച്ചെങ്കിൽ, എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ ഒരു ഇത് എഴുതണം. എന്താ വെച്ചെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കണം അല്ലെ.
എപ്പോഴും ഒരു ഹെഡിങ് കൊടുക്കണം എഡിറ്റോറിയൽ. ഇതിൽ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ എന്നുള്ള ഹെഡിങ് ആണ് നമ്മളെ ഇതിൽ കൊടുക്കേണ്ടത് അല്ലെ. മക്കളെ വളർത്തുമ്പോൾ എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. മക്കളെ വളർത്തുമ്പോൾ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിനെ കുറിച്ച് എഡിറ്റോറിയൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് തന്നെ പിന്നെ കാണിക്കണം. ഇതിലൊക്കെ എഴുതിയിട്ട് കാണിക്കണം. നിങ്ങൾ ഹോംവർക്ക് ഒക്കെ ചെയ്യണം. ഞാനത് മാർക്ക് ചെയ്യണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങള്. ടീച്ചേഴ്സ് മാർക്ക് ചെയ്യേണ്ട അച്ഛനെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അപ്പ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ കേട്ടോ. അതിൽ പെൻഡിങ് വെക്കരുത്. പെൻഡിങ് വെച്ചാൽ നമുക്ക് കഴിയില്ല. അപ്പൊ തന്നെ കുറിച്ച് വെക്കുക, എഴുതുക. ഞാൻ സാറ് നോട്ട്സ് ഒക്കെ പറയേണ്ട കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് എഡിറ്റോറിയൽ ചെയ്തോളൂ. എഡിറ്റോറിയൽ മറക്കണ്ട. മക്കളെ വളർത്തുമ്പോൾ എന്നുള്ള വിഷയത്തെ കുറിച്ച് എഡിറ്റോറിയൽ തയ്യാറാക്കുക അല്ലെ. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അറിയില്ല വെച്ചെങ്കിൽ ഒന്ന് ചെയ്തു നോക്കും. നമ്മള് ഒന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞു തരണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം. എല്ലാവരും ഇതുവരെ നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മളെ പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങള് ഓഡിയോ കേട്ടിട്ട് അതിൽ വരുന്ന എല്ലാ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാറ് പറയുന്ന കുറെ ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നമ്മൾ ഹോംവർക്കുകൾ ചെയ്യുക. പിന്നെ പിന്നെ ആരും അത് പെൻഡിങ് ആക്കി വെക്കരുത്. എന്നിട്ട് നോട്ടിൽ എഴുതിയിട്ട് എനിക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്തില്ല. വാട്സപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നെ ഞാനത് പിന്നെ കറക്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യും ഞാൻ. എന്നിട്ടാണ് നിങ്ങളെ ഞങ്ങൾക്ക് വിട്ടുതരാം. പക്ഷെ നിങ്ങൾ ഏത് നോട്ട്സ് അയക്കുകയാണെങ്കിലും നിങ്ങളെ എത്ര വാട്സപ്പ് ചെയ്യാ നിങ്ങളുടെ പേരും ക്ലാസ്സും റോൾ നമ്പർ എല്ലായിട്ടും ചേർക്കണം. അല്ലാതെ നിങ്ങൾ ഒന്നിൽ മാത്രം ചേർത്താൽ പോലെ ഓരോ സമയം ഇനി ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും എപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ് കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അതേപോലെ തന്നെ നിങ്ങളുടെ പിന്നെ ക്ലാസ്സും ഏത് ഡിവിഷൻ വെച്ചാൽ അതും കൂടി എഴുതിയിട്ട് ഡിവിഷൻ എഴുതണം കേട്ടോ. ഡിവിഷൻ എഴുതിയിട്ട് കറക്റ്റായിട്ട് എനിക്ക് അയച്ചു തരണം. എന്നാൽ എനിക്കിവിടെ നിങ്ങൾ ടീച്ചേഴ്സ് നോട്ടിൽ നിങ്ങളെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സീനെ പരിഗണിക്കുക. സിക്ക് വേണ്ടേ, സി രണ്ടിലും കൂടി ആയിട്ട് 10 സി മാർക്ക് ഉണ്ട്. ഓരോ ടൈമിലും ഉണ്ട്, പിന്നെ പബ്ലിക്കിലും ഉണ്ട്. അതൊക്കെ ഞാൻ പരിഗണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യണം അല്ലെ. അത് എല്ലാ സമയത്തും കേൾക്കുക, വേവേം ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ചെയ്യിപ്പിക്കുക. സാറിനിപ്പോ നിങ്ങൾ എപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിൽ സാറ് മൊബൈൽ നോക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ചെയ്യും. അപ്പൊ ചിലപ്പോ രാത്രി ഉറങ്ങിയിട്ട് ഉണർന്ന സമയത്തായിരിക്കും ഞാൻ നിങ്ങളത് കാണുക. അപ്പൊ തന്നെ സാറ് ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും ആക്റ്റീവാണ്, അതേപോലെ നിങ്ങളും ആക്റ്റീവ് ആവണം കേട്ടോ. നമുക്ക് 2 A+ ആണ് മലയാളത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടണം അല്ലെ. നിങ്ങൾക്ക് വേണ്ടി ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പരീക്ഷയ്ക്ക് വന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, സംസാരിക്കേണ്ടത്. എന്തൊക്കെ സംശയം നിങ്ങൾ വിളിച്ചോളൂ, വാട്സപ്പ് ചെയ്താൽ മതി. സാർ അതിനുള്ള മറുപടി പറയാം കേട്ടോ. അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ ചെയ്യാം, പറഞ്ഞു തരണ്ടേ. ഓക്കെ. എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്യണം. എപ്പോഴും പിന്നെ ജാഗ്രത വേണം. നിങ്ങളോട് പ്രത്യേകിച്ച് പറയാച്ചെങ്കിൽ ഇപ്പോൾ കോവിഡ് എന്നുള്ളത് സമൂഹ വ്യാപനമാണ്. പുറത്തേക്കൊന്നും ഇറങ്ങരുത്. വീട്ടിൽ തന്നെ ചെയ്യുക, പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരും നിങ്ങളെ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ധരിക്കണം, കൈ കഴുകിയിട്ട് വേണം. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. പിന്നെ ആരാണെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്ന് സമൂഹ വ്യാപനം നടത്തുക. ഈ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാ ഇത് വരിക എന്നറിയില്ല. നമ്മൾ നല്ല വ്യാപനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, മറ്റു സ്റ്റേറ്റിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മളിത് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ വീട്ടിലിരിക്കുക, പഠിക്കുക, ടീച്ചേഴ്സ് പഠനമൊക്കെ പഠിക്കുക, അത് പകർത്തുക, എഴുതുക. നമുക്ക് ഏതായാലും എനിക്ക് തോന്നുന്നത് ഓണത്തിന് ശേഷമൊക്കെ നമ്മൾ വീണ്ടും സ്കൂളിലോട്ട് വരാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ടായിരിക്കും. ഓണപരീക്ഷ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, മറ്റേ സ്കൂളിൽ തന്നെ ചെയ്യേണ്ടി വരും. ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമുക്ക് ഒരുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്താണെങ്കിലും കുറച്ചൊക്കെ പിന്നെ ക്വസ്റ്റ്യൻസിൽ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ ഈ അടുത്തതില് നമുക്ക് ഈ ക്ലാസ് ടെസ്റ്റ് വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഫസ്റ്റിലെ ക്ലാസ് ടെസ്റ്റ് തുടങ്ങുകയാണ്. ഒരു ആദ്യത്തെ ടെസ്റ്റ് ഇപ്പൊ അടുത്ത് നടത്തും. നിങ്ങളുടെ വാട്സാപ്പിൽ ചെയ്യേണ്ട ടെസ്റ്റ് നടത്തേണ്ട കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് നമ്മളതുപോലെ തന്നെ മാർക്കും കൂടെ ഇവിടെ എനിക്ക് എൻറ്റർ ചെയ്യണം. ടെസ്റ്റിൽ മാർക്ക് എൻറ്റർ ചെയ്യണം. ഓരോ യൂണിറ്റിന്റെ ടെസ്റ്റ് ആയിരിക്കും നടത്തുക. 3 പാഠങ്ങൾ ഉൾപ്പെടുന്ന യൂണിറ്റിന്റെ ടെസ്റ്റ് ആയിരിക്കും നടത്തുക. അതിലെല്ലാവരും സജീവമാവണം, പങ്കെടുക്കണം, അതിൽ മാർക്ക് വാങ്ങണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.